ارتكبت على الخطأ غير عسر وعدد لك أشكو فيه يا سيدي خير النبി എന്നതിൽ ഷിർക്ക് ആരോപിക്കുന്ന ആളുകൾ ഇങ്ങനെ മൗലൂദുകളിലൊക്കെ ഷിർക്കുണ്ട് എന്ന് എന്തെങ്കിലും വാക്കുകൊണ്ട് ആരോപിക്കുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഷിർക്കും തൗഹീദും വിശ്വാസത്തിനോട് ബന്ധിപ്പിച്ചതാണ്. അബ്ദുക്കൽ മിസ്കീൻ യർജു ഫളലക്കൽ ജമ്മൽ ഗഫൂർ. അബ്ദുക്ക നബിയെ തങ്ങളുടെ ഒരു ദാസൻ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ആലങ്കാരിക പദമാണ്. അല്ലാതെ അള്ളാൻ്റെ സ്ഥാനത്ത് റസൂലുള്ളാഹിനെ പ്രതിഷ്ഠിച്ചിട്ട് എന്ത് ചെയ്യലില്ല, ഒരാളും അബ്ദ് എന്ന് പറയാലില്ല. ഞാൻ അങ്ങയുടെ ദാസനാണെന്ന് പറഞ്ഞാൽ ഇത്രക്കും വലിയൊരു അടിമയാണ് ഞാൻ, അള്ളാഹുവിൻ്റെ അടിമ എന്നാണ് ഉദ്ദേശം. അല്ലാതെ അതൊരു ആലങ്കാരികമായ പദമാണ്. അറബികൾ ചില സമയത്ത് പറയലുണ്ട്, ഫിദാക്ക അബി വ ഉമ്മി, എൻ്റെ ഉമ്മയും ബാപ്പിയും ഒക്കെ നബിയെ നിങ്ങൾക്ക് ദണ്ഡമാണെന്ന് പറയലുണ്ട്. നബിക്ക് ദണ്ഡം കൊടുക്കണം ഉമ്മാനും ബാപ്പാനും, എന്നിട്ട് ഉമ്മാനും ബാപ്പാനും എന്താ നബി ചെയ്യുക? ഇങ്ങനെ വക്ര ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന ആളുകളെ മൗലൂദും എന്നതുപോലെ തന്നെ അതിൽ ആലങ്കാരികമായ പദങ്ങളും ഷിർക്കായിട്ട് കാണുള്ളൂ. ഷിർക്കും തൗഹീദും വിശ്വാസത്തിനോട് ബന്ധിച്ചതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദ്, അതിൻ്റെ മാറ്റത്തിലുള്ള ഷിർക്ക്. 1000 വട്ടം ഒരാൾ വിശ്വാസത്തിലില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ തൗഹീദാകൂല. അതുപോലെ തന്നെ ഷിർക്കും ആകൂല മാറ്റത്തിലാണെങ്കിൽ. അപ്പോൾ ഈ ബാലപാഠം അറിയാത്തത് കൊണ്ടാണ് സുന്നികളെ മുശ്രിക്ക് എന്ന് പറയുന്നത്. ഇവിടെ എന്തൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നതുപോലെ തന്നെ കൂട്ടുപ്രാർത്ഥന, നിസ്കാരത്തിൻ്റെ ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചതാണ്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാരത് രേഖപ്പെടുത്തി വെച്ചു, ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടുള്ള മഹാരഥന്മാർ. എന്നാൽ ഇതൊക്കെ വ്യഭിചാരത്തിനേക്കാൾ ഏറ്റവും വലിയ തെറ്റാണ് നാം മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാണ്, ഇങ്ങനെയാണോ ഈ തൗഹീദിലേക്ക് ഇസ്ലാമിലേക്ക് ക്ഷണിക്കൽ? അങ്ങനെ തൗഹീദും ഷിർക്കും വിശ്വാസത്തിലുള്ളതാണെന്ന് അറിയായിട്ടാണോ അവരൊക്കെ? അല്ല, പൊട്ടം കളിച്ച് ജനങ്ങളുടെ ഇടയിൽ എന്താ ആളാകാൻ വേണ്ടിയിട്ട്. ഇത്തരം എത്രയെത്ര നന്മകൾ ഇവിടെ ചെയ്യുന്നു. മരിച്ച വീട്ടിൽ നിന്ന് ഖുർആൻ ഓതാൻ പാടില്ല, മരിച്ച വീട്ടിൽ അള്ളാഹിൻ്റെ റഹ്മത്ത് ഇറങ്ങണ്ടേ. എന്നതുപോലെ തന്നെയാണ് കല്യാണമുള്ള ദിവസം ചോറ് വെച്ച് കൊടുക്കാൻ പാടില്ല. കല്യാണത്തിന് എല്ലാവരും എന്ത് ചെയ്യണം? ചോറ് വെച്ച് കൊടുക്കാൻ പാടില്ല. കാരണം എന്താ? റസൂലുള്ളാഹി ചെയ്തിട്ടില്ലല്ലോ. എന്നതുപോലെ എന്താണ് ഖുത്ബ, പ്രസംഗമാണ് മലയാളത്തിലാണ്. എത്ര ശതമാനം ആൾക്കാർക്ക് തിരിയണം? ഇനി ഞാൻ പറയണത് തിരിയണം എന്നാണ്. പല ജാതിക്കാരും പല ഭാഷക്കാരുള്ളിടത്ത് ഏത് ഭാഷയിലാണ് ഖുത്ബ ഓതേണ്ടത് ഇവർ പറയേണ്ടത്. മാതൃഭാഷ തിരിയാത്തവരാണ് ഭൂരിപക്ഷം വെച്ചെങ്കിലോ. ഇങ്ങനെ എന്തൊക്കെ നന്മകളുണ്ടല്ലോ, ഈ നന്മകളൊക്കെ മുടക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിവിടെ പ്രത്യക്ഷപ്പെട്ടത്. അല്ലാതെ ഒരു 100 കൊല്ലത്തെ ഇസ്ലാഹി പ്രവർത്തനം കൊണ്ട് തമ്മിൽ തല്ലി അങ്ങോട്ടോട്ട് ഷിർക്ക് ആരോപിക്കാനും തമ്മിൽ തല്ലാനും വീറും വൈരാഗ്യം അല്ലാതെ എന്താ അവരുണ്ടാക്കിയത്? ഒരു സ്വസ്ഥതയും സൗകര്യവും ഇവിടെ നാട്ടിലുണ്ടാക്കിയിട്ടില്ല. സമസ്തയെ പോലുള്ള സംസ്ഥാനെ പോലുള്ള